പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല സന്തോഷമുള്ള ഒരു ദിവസമാണ് കേട്ടോ. സന്തോഷമുള്ള ദിവസം 2 ദിവസമായി. അപ്പൊ നമുക്ക് ഇന്നലെ 2K ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ സെലിബ്രേഷൻ വീഡിയോ നമുക്ക് ഒരു 2 ദിവസത്തിനുള്ളിൽ. ഇപ്പൊ നാളെ ഉത്സവ, ഇവിടെ നമ്മുടെ എന്റെ വീടിന്റെ അവിടെയും ഉത്സവ, ഷാജന്റെ അവിടെ ഉത്സവമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ തിരക്കോട് കഴിഞ്ഞിട്ട് നമുക്കൊരു കുഞ്ഞിതായിട്ട് സെലിബ്രേറ്റ് ചെയ്യാന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടാണ് കേട്ടോ. നിങ്ങൾ മാത്രം വെച്ചാൽ ഞാനൊരു വീഡിയോ എടുത്ത് വെറുതെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരും കാണണമെന്നൊന്നുമില്ല. ഇത് എൻ്റെ മിടുക്കല്ല. നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് സബ്സ്ക്രൈബ്സ് ആയാലും വാച്ചവർ ആയാലും ലൈക്ക് ആയാലും കമൻസ് ആയാലും എല്ലാം നിങ്ങളുടെ മാത്രം സ്നേഹവും സപ്പോർട്ട് കൊണ്ടും മാത്രമാണ്. അപ്പോൾ ഇതിങ്ങനെ ഒരു ഒറ്റവാക്കൽ പറഞ്ഞാൽ തീരില്ല. എനിക്കിനി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വല്ലാണ്ട് ഇമോഷണൽ ആവും കേട്ടോ. എന്നുവെച്ചാൽ അത് കാരണം ഞാൻ 2K ആയിന്ന് കുറേ കഴിഞ്ഞിട്ട് ഞാനൊരു ഷോർട്സ് നമുക്കത് നമ്മുടെ ഫാമിലീനെ അറിയിക്കണമല്ലോ. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ദുഃഖങ്ങളും സങ്കടങ്ങളും നമ്മൾ അറിയിക്കുന്നതിനെക്കാട്ടിലും നല്ലത് സന്തോഷമുള്ള സംഭവങ്ങൾ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ആവും, നമ്മളൊരു ഫാമിലി പെട്ടെന്ന് ഇങ്ങനെ വലുതായി വരുന്നു, നിങ്ങൾ ഇത്രയും സപ്പോർട്ട് ചെയ്തിട്ട് കൂടെ നിൽക്കുന്നു ഒന്നും ഞാൻ വിചാരിച്ചിട്ടുള്ള കാര്യമല്ല. ഒരു 5-6 കൊല്ലമായി കേട്ടോ ഞാൻ അങ്ങനെ ഒരു ബ്ലോഗായിട്ട് ഇടാം ഞാൻ അതിനെ പറ്റിയിട്ട്. ഇനി പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് പറയും. അപ്പോൾ നമ്മൾ സങ്കടം വരും. അപ്പോൾ അതൊന്നുമല്ല, ഇപ്പം നിങ്ങളോട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. നമുക്ക് ഇന്നല്ലേ പിള്ളേരൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ട്. പൂജയ്ക്ക് എക്സാമാ, കണ്ണൻകുട്ടിക്കും എക്സാം തൊട്ടാണ്. ഷാജേട്ടൻ ഇന്ന് പോയിട്ടില്ല, ലീവാ. അപ്പോൾ വണ്ടിയിൽ നിന്ന് പാത്രങ്ങളും കാര്യങ്ങളും ഒന്നും ഇറക്കിയിട്ടില്ല കേട്ടോ. എന്ന് വെച്ചാൽ വണ്ടി ഒന്ന് ഫുൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊരു വ്ലോഗ് ഇടാം ഞാൻ. അതിൻ്റെ ഉള്ളിൽ നിന്ന് സാധനങ്ങളൊക്കെ ഇറക്കി റെഡിയാക്കിയിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലാണ് ഞാൻ ക്ലീൻ ചെയ്യാറ്. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ എന്താക്കി വെച്ചാൽ നമുക്ക് ഫുഡ് ആദ്യം ഇങ്ങോട്ട് റെഡിയാക്കാമല്ലോ. അപ്പോൾ ഷാജേട്ടൻ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അയില ഉണ്ട്. അപ്പോൾ അത് ഞാൻ കുളിക്കുന്നതിന് മുന്നേ അതൊക്കെ റെഡിയാക്കിയിട്ട് മസാല ഒക്കെ പുരട്ടി വെച്ചു. പിന്നെ കുറച്ച് മത്തി, അതവർ വെറുതെ ഇട്ട് കൊടുക്കുന്നതാണോ ക്യാഷിനാണോ എന്ന് എനിക്കറിയില്ല. ക്യാഷിനാവും, ചിത്രന്ന് വെറുതെ ഇട്ട് കൊടുക്കില്ലല്ലോ. അപ്പം അതുകൊണ്ട് അത് നമുക്ക് മുളകിടാം, അയില വറുക്കാം, കേബേജ് കൊണ്ട് ഒരു ഉപ്പേരിയും വെക്കാം. അപ്പം ഇന്ന് അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ മീനൊക്കെ ഉണ്ടാക്കിക്കണതിൻ്റെ മുന്നേ അല്ല, മീൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അങ്ങോട്ട് കുളിക്കാൻ നിന്നു. കുളിച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വീഡിയോ എടുക്കാമല്ലോ വിചാരിച്ചു. പിന്നെ നമുക്ക് ഇനി വൈകുന്നേരമാണ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുള്ളൂ. ഇന്നലെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടാണല്ലോ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയിട്ടുള്ളത്. അതിൻ്റെ ബ്ലോഗ് ഇന്നിടാം കേട്ടോ. അതൊരു കുട്ടി ബ്ലോഗാണ്. അപ്പം അത് ചെയ്യാം. അപ്പം എല്ലാവർക്കും ഒരുപാട് താങ്ക്സും ഒരുപാട് സ്നേഹവും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം നമുക്കൊരു മത്തിച്ചാറ് ഉണ്ടാക്കാം, മീൻ വറക്കാം, അങ്ങനെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇന്നത്തെ ഒരു കുഞ്ഞു ബ്ലോഗ് ആയിട്ട് നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകാം. അപ്പം മുളക് കറി വെക്കാം കേട്ടോ. നമുക്ക് ചെറുള്ളി, ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് മത്തി മുളകിടാം. നാളികേരം അരച്ച് വെച്ചവിടെ ആർക്കും ഇഷ്ടാവില്ല വെച്ചാൽ അന്ന് അങ്ങനെ ഒരു വലിയ റൈവില്ലേ. ഈ മുളകിട്ടതാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ അധികം മുളകിടാൻ വേണ്ടിയിട്ടാണ് നിൽക്കുക. അല്ലെങ്കിൽ പിന്നെ ഞാൻ പറയുന്ന പോലെ മല്ലിമുളകും വറുത്തരയ്ക്കും. അപ്പം അതിനായിട്ട് ഇന്നിപ്പോൾ ഒരു കുഞ്ഞു മടിയുണ്ട്. അപ്പം ഞാൻ മല്ലിമുളക് വറുത്തരയ്ക്കാന്നാട്ടോ വിചാരിച്ചത്. പിന്നെ മത്തിയാകുമ്പോൾ മുളകിടുന്നതാണല്ലോ കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മത്തി മുളക്. കപ്പ കിട്ടണമെന്നുണ്ട് വിചാരിച്ചിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്. കപ്പ കിട്ടണമെന്നല്ല, കപ്പ കഴിക്കണമെന്ന്. അപ്പോൾ ഷാജൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, വരികയാണെങ്കിൽ ആളിപ്പോൾ ഒന്ന് പുറത്ത് പോയിരിക്കുക, ലീവുള്ള ദിവസമല്ലേ ആൾക്ക് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്ത് പോയിരിക്കുക. അപ്പോൾ വരുമ്പോൾ കപ്പ കിട്ടുകയാണെങ്കിൽ കൊണ്ടുവരുമോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. കിട്ടുകയാണെങ്കിൽ നമുക്ക് വൈകിട്ട് ചായക്ക് എടുക്കാം. അപ്പോൾ മത്തി മുളക് ഇട്ടതും കപ്പയും സൂപ്പറാണല്ലോ. പിന്നെ നിന്ന് സംസാരിച്ചാലല്ലേ ഒരുപാട് വീഡിയോ ലെങ്ത് കൂടും. ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറയാറുണ്ടല്ലോ, എനിക്ക് സംസാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു നോൺ സ്റ്റോപ്പ് ഇല്ലാതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പം നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ പൂജമോളിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, പൂജത്തിനോട് പറയുന്നുണ്ട്, മോള് സംസാരിക്കണ്ട, വോയിസ് ഓവർ കൊടുത്താൽ മതി. സംസാരിക്കുമ്പോൾ അവൾക്കത് അന്നൊക്കെ അവളാണ് കേട്ടോ എഡിറ്റ് ചെയ്യുക. ഇപ്പം ഞാൻ പഠിച്ചിട്ട് ഞാൻ ചെയ്യണത്. അപ്പം അതുകൊണ്ട് എനിക്ക് വലിയ പാടില്ല. അതാവുമ്പോൾ പിന്നെ അവൾക്ക് ഇത് ലോങ് ആവുക കാരണം എവിടെ കട്ട് ചെയ്യണം, എവിടെ നിർത്തണം, എവിടെ തുടങ്ങണം എന്നൊന്നും അറിയാത്ത അവസ്ഥയാണ്. വോയിസ് ഓവർ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലല്ലോ. അതാത് കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് നിർത്തിയാൽ മതിയല്ലോ. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതൊക്കെ ഇട്ടു. അത് നമ്മളെന്നും കറി വെക്കണ പോലെ തന്നെ കേട്ടോ. അതുകൊണ്ട് പിന്നെ നമുക്ക് കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ നമുക്ക് വയ്ക്കാം. വേപ്പിലൊക്കെ വാടിയൊന്നും ചൂടായിട്ടേ
ഫുഡിന്റെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിശിട്ടാണെങ്കിൽ അവർ വരികയാണെങ്കിൽ ശരീരത്തിൽ വരികയാണെങ്കിൽ വേഗം ഫുഡ് കൊടുക്കുക, എനിക്ക് ഫുഡ് കഴിക്കുക. ഇന്ന് രാവിലെ പലഹാരം ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. പിള്ളേർക്ക് ഞാൻ കഴിക്കാൻ വേണ്ടി ക്യാഷ് കൊടുത്തു. ചുമക്കുന്നു. അപ്പൊ നമ്മളിന്ന് ചായക്ക് ഉണ്ടായിരുന്നില്ല, മാവ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോണോ പോണ്ടെന്ന് രണ്ട് മനസ്സിലായിരുന്നു. ശരണയെ തലേദിവസം വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു വരാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ അതങ്ങോട്ട് വിട്ടു. പിന്നെ ഇവിടുത്തെ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ വിചാരിച്ചു ഒരു 11:30 പോവാന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഇങ്ങോട്ട് തിരിച്ചിങ്ങോട്ട് പോരണം. പൂജയ്ക്ക് എക്സാം ഉണ്ടല്ലോ അപ്പൊ ഇന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ രാത്രി ഇങ്ങോട്ട് പോരണം. അപ്പോൾ അവിടെ ഉത്സവവും കാര്യമൊക്കെ ആയിട്ട് ശരത്ത് തിരക്കായിരിക്കും. അപ്പൊ അവരുടെ അടുത്ത് വെച്ചപ്പോൾ പറഞ്ഞു നൈറ്റ് ആക്കി തരാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. അവർക്ക് പൂരത്തിന്റെ കാളവരവും കാര്യങ്ങളും സെറ്റ് ചെയ്യാനും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ. അപ്പൊ അവൻ അവിടെ നിന്ന് ആക്കി തന്നിട്ടില്ലെങ്കിൽ നമുക്ക് അവിടുന്ന് അവനുണ്ടെങ്കിൽ 10:30-11 മണിക്കൊക്കെ പോന്നാൽ മതി. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് പോയി വൈകിട്ട് ഇങ്ങനെ തന്നെ വരാറുണ്ടാ. പിന്നെ ഇപ്പൊ എന്തിനാ പോകണമെന്ന് വിചാരിച്ചിട്ട് പോകണില്ല വിചാരിച്ചു. പിന്നെയാണ് പിന്നെ പോക്കും കാര്യങ്ങളൊക്കെ അവൻ ഓക്കെ ഫ്രീ ആവും ആ സമയമാകുമ്പോഴേക്കും എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ശരണ്യെ വിളിച്ച് പോരാൻ വേണ്ടിയിട്ട് അവിടെ ചോദിച്ചപ്പോൾ ഓക്കെ ആക്കിത്തരാം. അങ്ങനെ നമ്മൾ പോയത് കേട്ടോ. എന്നിട്ട് രാവിലെ വന്നപ്പോൾ ഇവിടെ ഒന്നുമില്ല, പലഹാരം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പിള്ളേർക്ക് ക്യാഷ് കൊടുത്തു വിട്ടു ചായ കുടിക്കാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഷാജേട്ടൻ വരുമ്പോൾ പൊറോട്ട കൊണ്ടിട്ടുണ്ട്. അത് ഞാനൊരു പൊറോട്ടയും ചായയും കഴിച്ചു. എന്നിട്ടാണ് നമ്മൾ മീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഒക്കെ നിന്നത്. ക്ലീൻ ചെയ്യാൻ നിന്നിട്ടില്ല. ഞാൻ പറഞ്ഞില്ല ഇന്നലെ നമ്മൾ ഉച്ചയ്ക്ക് അടിച്ചു വാരി തുടച്ചിട്ടിട്ടാണ് ചേച്ചിയുടെ വീട്ടിൽ പോയത്. അതുകൊണ്ട് അലമ്പൊന്നുമില്ല. ഞാനൊന്ന് അടിച്ചു വാരി രാവിലെ അത്ര അല്ല. എന്നിട്ട് പിന്നെ നേരെ ചായ കുടിച്ചു, മീൻ ഉണ്ടാക്കി കുളിച്ചു. ഇപ്പതാ ഫുഡ് വയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം. നാളെ നമുക്ക് രാവിലെ കൊടുമുടിക്കാവിൽ പോകണം, ഷാജേട്ടൻ്റെ അവിടെ പോയി തൊഴുത് വന്നിട്ട് പിന്നെ ഇങ്ങോട്ട് വരും ഞാൻ. എന്നിട്ട് ഇവിടുന്ന് വൈകിട്ടാണ് എൻ്റെ വീട്ടിലത്തെ പൂരത്തിന് പോവുള്ളൂ. ചേട്ടൻകാവിലെ പൂജയ്ക്ക് എക്സാം ഉണ്ട്, വൈകിട്ട് അവള് പോയി വന്നിട്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ. ഇതാവട്ടെ വീഡിയോ ലൈക്കായി പോകും. അപ്പം അത് മൂത്ത് വന്നപ്പോൾ നമുക്ക് തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം അത് തക്കാളി ഒന്ന് നല്ലോണം വേകട്ടെ, എന്നിട്ട് അടച്ച് വയ്ക്കാം. അപ്പോഴേക്കും നമുക്കിതിനകത്ത് ഉപ്പേരി ഉണ്ടാക്കുകയും ചെയ്യും. അപ്പം പെട്ടെന്ന് പണി തീർത്താൽ അയ്യോ കുറച്ച് എണ്ണ കൂടിപ്പോയി തിരിക്കും, അത്ര വേണ്ട. എനിക്ക് ഈ എണ്ണ യൂസ് ചെയ്യല് കുറച്ച് കൂടുതലാട്ടോ. ഞാൻ നല്ലോണം എണ്ണ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം അല്ല കേട്ടോ, മുന്നേക്ക്. അപ്പം പാകത്തിനൊക്കെ ചേർന്നു. മറ്റേത് എനിക്ക് നല്ലോണം വറക്കണേക്കൊക്കെ എണ്ണ കൂടുതൽ വേണം. ഞാൻ നല്ലോണം അപ്പം അന്നൊക്കെ എടുക്കാറുന്നു, ഇപ്പം എടുക്കാറില്ല കേട്ടോ. അപ്പം നമുക്ക് കേബേജ് ഉപ്പേരിയാണ് ഇതുണ്ടാക്കിയിട്ട്. അപ്പോൾ കറി ആകുമ്പോഴേക്കും ഉപ്പേരി ആയിക്കോളും. അപ്പോൾ എന്നിട്ട് അത് അപ്പോൾ അല്ല അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് മീൻ വറക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം. കടുക് പൊട്ടിച്ചു. എനിക്കിങ്ങനെ സംസാരിക്കുമ്പോൾ അല്ലേ ഇഷ്ടാട്ടോ. പക്ഷെ അങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എന്താ അറിയോ, ഞാനൊരു സാധനം എടുക്കാൻ വേണ്ടി 4 പ്രാവശ്യം 10 പ്രാവശ്യം അങ്ങോട്ടും കൂടും പോകും. അപ്പോൾ വോയിസ് ഓവർ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് അങ്ങോട്ട് വീഡിയോ നമുക്ക് വോയിസ് ഓവർ കൊടുത്ത് പോസ്റ്റ് ചെയ്യാം. ഇങ്ങനെ പറയുമ്പോൾ പിന്നെ വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടി നിൽക്കണ്ട. പക്ഷെ എന്താ പറയുക, വീഡിയോ ഒരുപാട് ലെങ്തായി. അങ്ങനെ ഒരു പ്രശ്നമാണ്. കടുക് പൊട്ടി, ചെറുള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചും കൂടെ ഇട്ട് കൊടുക്കും. വേപ്പിലയ്ക്ക് ഭയങ്കര ക്ഷാമ, വേനൽക്കാലമായിട്ട് അതിനകത്തൊന്നും അധികം ഇല്ല. എനിക്കാണെങ്കിൽ ഇത് വാരിക്കോരി ഇടാൻ വേണ്ടിയിട്ട് വേണേ. വേപ്പിലില്ലെങ്കിൽ എന്തോ പോലെ ഫുഡ് ഉണ്ടാക്കുന്നത് അങ്ങനെയൊക്കെ. അപ്പം ഇതൊന്നും മൂക്കട്ടെ കേട്ടോ. പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ടൈലാണോ വാൾപേപ്പറാണോ എന്ന്. ടൈലും അല്ല വാൾപേപ്പറും അല്ല. ഞാൻ മീഷോയിൽ നമ്മുടെ ടേബിൾ ഉണ്ടല്ലോ, ഡൈനിങ് ടേബിളൊന്നും അല്ല. അത് നമ്മൾ പച്ചക്കറിയൊക്കെ ഫുഡ് കാറ്ററിങ്ങുള്ള സമയത്ത് പച്ചക്കറിയൊക്കെ കൊണ്ടുവന്നിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഷാജേട്ടൻ വെറുതെ ഒരു പലക വെച്ചിട്ട് ഒരു ബെഞ്ച് പോലെ ഒരു ഡെസ്ക് പോലെ സെറ്റ് ചെയ്തതാണ്. അത് പിന്നെ നമ്മൾ ഇങ്ങനെ ആക്കി, നമ്മുടെ ഉപകാരത്തിന് വേണ്ടിയിട്ടാക്കി. കേബേജ് ഇട്ട് കൊടുക്കാം അങ്ങോട്ട്. അപ്പൊ ഞാൻ അതിനകത്തേക്ക് അതിന്റെ ഇതില്ലേ ടേബിൾ ഷീറ്റ് പൊട്ടയായപ്പോ ഞാൻ വിചാരിച്ചു ഒരെണ്ണം ഓർഡർ ചെയ്യാന്ന് വിചാരിച്ചു. മീഷോയിൽ നോക്കിയപ്പോൾ ഇങ്ങനെ കളർഫുൾ ആയിട്ട് ഈ
ഫ്രൂട്ട്സിൻ്റെ ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി. അപ്പം ഞാനത് അങ്ങനെ ഓർഡർ ചെയ്ത് കൊണ്ടുവന്നു. അപ്പോഴാണ് ആ സമയത്തൊക്കെ ഞാൻ പറഞ്ഞ ഒരു 3-4-5 കൊല്ലമായി, 6 കൊല്ലം 7 കൊല്ലം എന്നല്ല ഈ ഒരു യൂട്യൂബിൻ്റെ അടുത്ത് തുടങ്ങാൻ പറഞ്ഞിട്ട് എൻ്റെ താട്ടൻ അനിയനും താട്ടനും അമ്മയൊക്കെ. അപ്പം ആ സമയത്തൊക്കെ നമുക്ക് പുറത്തൊരു ജോലി ഉണ്ടല്ലോ. യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ പറ്റിയിട്ട് വലിയ ഐഡിയ ഇല്ല. പിന്നെ എന്തൊക്കെ ചെയ്യാം. അപ്പം അന്നൊക്കെ കാണുന്ന, ഇപ്പോഴും അന്നൊന്നും അങ്ങനെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരൊന്നും യൂട്യൂബിനകത്ത് വല്ലാണ്ടല്ല. അപ്പം നല്ല കിച്ചൺ, നല്ല വീട്, നല്ല പാത്രങ്ങൾ, അങ്ങനെയൊക്കെയാണ് ആ കാലത്തിലൊക്കെ കേട്ടോ. അടിപൊളിയായിട്ട് ഇങ്ങനെ കുക്കിംഗ് മാത്രം ചെയ്ത് അല്ലെങ്കിൽ കൈ മാത്രം കാണിച്ച് അങ്ങനെയൊക്കെ. അല്ലാതെ ഉണ്ട് കേട്ടോ, പക്ഷെ ഒക്കെ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ള വീടും പരിസരവും പാത്രങ്ങളും ഒക്കെ. നമ്മൾ ഈ സാധാരണക്കാർ ഇങ്ങനെയൊക്കെ ഇട്ടിക്കൊണ്ട് ചെല്ലുമ്പോൾ നെഗറ്റീവ് സംഭവങ്ങൾ വരും എന്ന് പേടിച്ചിട്ട് പിന്നെ അന്നൊക്കെ ഇങ്ങനെ പിന്നെ ഈ നെഗറ്റീവ് കമന്റ്സ് അതെല്ലാത്തിലും ഉണ്ടാവും. അതെനിക്ക് വലിയൊരു പ്രശ്നമായിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് എല്ലാവരും പറയും, ഏട്ടനെ പറയണവരവിടെ പറയട്ടെ, ഞങ്ങൾക്കില്ലാത്ത പ്രശ്നം വേറെ ആർക്കും ഇല്ലല്ലോ. അപ്പോൾ അവർ പറയണവരങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. അതിപ്പോൾ എനിക്ക് തോന്നുന്നു പുറത്ത് നമ്മുടെ ആൾക്കാരെക്കാട്ടിലും ഈ പ്രശ്നം നമ്മുടെ കുടുംബക്കാരാണ്. നാട്ടിൽ നമുക്ക് അങ്ങനെ പ്രശ്നക്കാരും ഇന്റെ നാട്ടിൽ എനിക്കങ്ങനെ നമ്മളെ മോശമായിട്ട് പറയുന്നത് അങ്ങനെയൊന്നും ആൾക്കാരെ എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടില്ല. സപ്പോർട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താവും ആദ്യം കുറ്റം പറയാൻ വേണ്ടിയിട്ട് കുടുംബക്കാരാണല്ലോ ഉണ്ടാവുക. അത് പേടിച്ചിട്ട് ഞാൻ അങ്ങനെ തുടങ്ങാണ്ടിരുന്നതാണ്. പിന്നെ നമുക്ക് ഇതിനെ പറ്റിയിട്ട് ഓക്കെ അറിയാം. ഇപ്പോൾ ഇതിൽ ഒരുപാട് ആൾക്കാർ വന്നു, ഓക്കെയാണ്, നല്ലതാണ് എന്നൊക്കെ. നല്ലതാണെന്നല്ല, നെഗറ്റീവ് എന്തായാലും നെഗറ്റീവായിട്ട് അങ്ങനെ ഉണ്ടാവും. അത് പേടിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ വീട്ടിൽ നിന്ന് ഇവരുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് പേടിക്കാൻ വേണ്ടി പിന്നെ നിങ്ങളുടെ മടിയായിട്ടാവും. പിന്നെ നമുക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവില്ല. അതുപോലെ പിന്നെ എന്തിനും ഒരു സമയം ഉണ്ടല്ലോ, ദാസ പറഞ്ഞ പോലെ ഏതായിരിക്കും ഇതിൻ്റെ ടൈമും. അങ്ങനെ തുടങ്ങിയതാണ്. ഇങ്ങനെ ടൈലാണോ ഇതാണ് ചോദിച്ചപ്പോൾ അപ്പോൾ ഈ നമ്മളിങ്ങനെ ഓർഡർ ചെയ്ത് ആ സാധനം വന്നു, ടേബിൾ ഷീറ്റ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും അപ്പം ആ സമയത്ത് അമ്മ ഒന്ന് അമ്മൂട്ടി തുടങ്ങും ഇങ്ങനെ ഈ മാസം. അപ്പം ഞാൻ പറയും ഈ മാസം ലാസ്റ്റ് അമ്മ തുടങ്ങാം, അല്ലെങ്കിൽ അമ്മ ഒന്ന് ചൊവ്വാഴ്ചയിൽ നല്ല ദിവസമല്ല അടുത്ത ദിവസം തുടങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മേനെ പറ്റിച്ചോണ്ടിരിക്കും. നമ്മുടെ സാധനങ്ങളൊക്കെ മൂത്തു കേട്ടോ, പൊടിയും കാര്യങ്ങളൊക്കെ നമുക്ക് പുളി പിടിക്കാം. അപ്പം അമ്മേനെ ഇങ്ങനെ പറ്റിച്ചോണ്ട് 2-ാം തീയതി തുടങ്ങും, 3-ാം തീയതി തുടങ്ങും പറഞ്ഞ് ഇങ്ങനെ ഓരോ മാസങ്ങൾ കഴിയാൻ വേണ്ടിയിട്ട് തുടങ്ങി. പിന്നെ ഇങ്ങനെ തോന്നി ഇവിടെ പഴയൊരു വീടാണ്, അപ്പോൾ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുമില്ല. അപ്പം ഇത് ചെയ്യണത് ഒരു വൃത്തിക്ക് ചെയ്യണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താക്കിച്ചാൽ ഇങ്ങോട്ട് ഇവിടെ ഒട്ടിച്ചു വാൾപേപ്പർ ഇങ്ങനെ കിച്ചണിൻ്റെ അവിടെ. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി റെഡ് കളറല്ലേ, നല്ല കളർഫുള്ളാണ്, ഇനി കാണാൻ വേണ്ടിയിട്ട് വീഡിയോയിൽ രസം ഉണ്ടാവും. മറ്റേത് ചുമരാകെ അവിടെ വൃത്തികേടായി അങ്ങനെ ആകെ പൊട്ടയായിരുന്നു. അങ്ങനെ ഒട്ടിച്ചതാണ് കേട്ടോ, അല്ലാതെ ടൈലും അല്ല വാൾപേപ്പറും അല്ല. ഇതിന് തുച്ഛം ചെറിയ പൈസയുള്ളൂ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് വരെ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ആവും ചെയ്തു. എന്നിട്ട് പിന്നെ രണ്ടും കൽപ്പിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങി. അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഫോൺ വെച്ചിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും തുടങ്ങാൻ അങ്ങനെ താല്പര്യമായിട്ട് ഇരിക്കുന്നവരുണ്ടെങ്കിൽ ഇൻ്റെ പോലെ ഒരുപാട് സമയം വെച്ച് നീട്ടണ്ട കേട്ടോ. നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ, താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്നൊന്നും നോക്കണ്ട, ഒരു അക്കൗണ്ട്, നമ്മുടെ ഒരു യൂട്യൂബ് ചാനൽ അക്കൗണ്ട് ആക്കാൻ തുടങ്ങുക. അതിന് പക്ഷെ കുറച്ചധികം പ്രൊസീജിയറും കാര്യങ്ങളുണ്ട്. ചുമ്മാ വെറുതെ കയറി എന്തെങ്കിലും കാണിക്കുക അങ്ങനെയല്ല. അതിന് കറക്റ്റായിട്ടൊരു പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും കുറച്ച് സമയം എടുത്താലും ചിലർക്ക് പെട്ടെന്നാവും, ചിലർക്ക് കുറച്ച് സമയം എടുക്കും. എന്തായാലും നമുക്ക് ക്ഷമ എന്നാണ് പറഞ്ഞ സംഭവം കൂടെ ഉണ്ടെങ്കിൽ അതതിൻ്റെ വഴിക്ക് ഇങ്ങനെ പോകും. കുറച്ച് എഫേർട്ടല്ല, കുറച്ചധികം എഫേർട്ട് എടുക്കണം. ഇതിപ്പോൾ ഒരു വീഡിയോ എടുത്തിട്ട് ഇടാൻ എന്താ ഇത്ര പണി തോന്നും? ഒന്നും അല്ല കേട്ടോ, നല്ല കഷ്ടപ്പാടാണ്. അപ്പോൾ അതൊരു ജോലിയായി കണ്ടിട്ട് നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ടാവും. പിന്നെ നമ്മൾ എഫേർട്ട് എടുക്കുന്ന എന്ത് കാര്യമാണെങ്കിലും ദൈവം തമ്മിൽ എന്നുണ്ടെങ്കിൽ നാളെ അതിനോട് റിസൾട്ട് തരുകയും ചെയ്യും. പിന്നെ നെഗറ്റീവ് കമൻറ്റിൻ്റെ കാര്യം എൻ്റെ പറഞ്ഞ പോലെ എൻ്റെ പോലെ അങ്ങനെ പേടി, അയ്യോ അങ്ങനെ പറയും പേടി ഉണ്ടെങ്കിൽ പേടിച്ചിരിക്കേണ്ട ഒരു ആവശ്യമില്ല. പറയുന്ന ആരും നമുക്ക് കൊണ്ടു തരാനൊന്നും കൂടില്ല ഒന്നും. പിന്നെ നമ്മൾ വൾഗറായിട്ടും പിന്നെ പിള്ളേരെ നമുക്ക് എനിക്ക് 2 മക്കളാണ്. അപ്പം അവർ പുറത്തിറങ്ങി നടക്കേണ്ട രീതിയിലേക്കുള്ള കാര്യങ്ങളെ എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അല്ലാതെ എനിക്ക് കുറച്ച് അങ്ങനെ കാണിച്ച് ഇങ്ങനെ കാണിച്ച് റീച്ചും സബ്സ്ക്രൈബറും കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പിള്ളേർക്ക് നാളെ മറ്റന്നാൾ പുറത്തിറങ്ങി നടക്കണം. അവർക്ക് അവരുടെ ജീവിതങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഞാനൊരു അമ്മയാണ്, ഒരു എനിക്ക് ആങ്ങളാരുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, എന്നെ സ്നേഹിച്ച് കൂടെ നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. ബാക്കിയുള്ളവരെ വിടുക, അവരല്ല നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ വിഷമിപ്പിച്ചിട്ടുള്ള രീതിയിൽ യൂട്യൂബിൽ കാട്ടിക്കൂട്ടിയിട്ട് എനിക്ക് റീച്ച് ഉണ്ടാക്കാനും
സബ്സ്ക്രൈബ്സ് കൂട്ടാനും താല്പര്യമില്ല. നമ്മൾ നല്ല രീതിക്ക് പോകുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാ എൻ്റെ യൂട്യൂബിൽ അങ്ങനെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത ആരും അങ്ങനെ പൊട്ടയായിട്ട് അധികം കമൻറ്റും കാര്യങ്ങളൊന്നും ഇതുവരെ അല്ല കേട്ടോ. ഇനി ഞാനങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ മുതൽ തുടങ്ങുമോ അതൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്നാലും നമുക്ക് പറയുമ്പോൾ അവർക്ക് അങ്ങനെ മോശമായിട്ടൊന്നും അങ്ങനെ വല്ലാണ്ട് കാര്യങ്ങളൊന്നും ഒന്നോ രണ്ടോ അങ്ങനെ കമൻ്റ് എന്നല്ലാതെ അതൊന്നുമില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം അത് അതിൻ്റെ മൈൻഡ് വഴിക്ക് വിടുക. നമ്മൾ എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്താണെന്നുള്ളത് നമുക്ക് അറിയണത്തോളം കാലം ഒരാളെയും പേടിക്കേണ്ട. നമുക്ക് ധൈര്യമായിട്ട് വീട്ടമ്മമാർക്കൊക്കെ നമ്മളിപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വീട്ടിൽ കിടന്ന് ചത്ത കുത്തു പണിയെടുക്കുന്നുണ്ട്. എല്ലാ വീട്ടുകാരും അങ്ങനെ തന്നെ, എല്ലാവരും. നമുക്ക് അപ്പോൾ ഈ ചെയ്യണേനൊന്നും നമുക്ക് ഒരു സാലറിയോ കാര്യമോ ഇൻകം ഒന്നുമില്ല. നമ്മുടെ മക്കളെ നോക്കണു, ഹസ്ബൻഡിൻ്റെ കാര്യം നോക്കണു, നമ്മുടെ കൂടെ ഉള്ളവരെ നോക്കണു, വീട് നോക്കണു, പരിസരം നോക്കണു. ഇതൊക്കെ എല്ലാ വീട്ടിലെ അമ്മമാരും ചെയ്യുന്ന എക്സ്ട്രാ അവർ വേറൊരു ചിലപ്പോൾ ഒരു ഇൻകം ഒരു ജോലിക്കും കൂടെ ഞാനും പോയായിരുന്നു കേട്ടോ. ഇപ്പം ഞാനും ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് പുറത്ത് പോയിട്ട് ജോലിയല്ല, വീട്ടിനുള്ളിൽ തന്നെയാണ്. ഇപ്പം ഫുഡിൻ്റെ ഒക്കെ ആണെങ്കിൽ നമുക്ക് ആ എടുക്കണ പണിക്ക് കാണില്ല എന്നേ ഉള്ളൂ. പണി കോള് വന്ന് കട്ടായി. അപ്പോൾ അതിന് നമുക്കൊരു ഇതെന്താ ഇതൊക്കെ ഏതൊരു പണിയാണോ എന്ന് ചോദിക്കുന്ന ഒരു പണിയാണ് നമ്മുടെ വീട്ടു ജോലി. പക്ഷെ അത് എത്രത്തോളം നമ്മൾ എടുത്താലും തീരാത്ത, ചെയ്താലും തീരാത്ത, അല്ലെങ്കിൽ കൂലി ഇല്ലാത്ത, അല്ലെങ്കിൽ നമുക്കിപ്പോൾ നമ്മുടെ വീട്ടിലെ അമ്മമാർക്ക് അറിയാം എന്തെങ്കിലും ഒന്നര അരമ്പായി കിടന്നു കഴിഞ്ഞാൽ നമുക്കത് എത്ര വയ്യെങ്കിലും അത് റെഡിയാക്കിയിട്ടേ നമ്മൾ ബാക്കി പരിപാടിക്ക്, ഇല്ലെങ്കിൽ അത് അവിടെ അങ്ങനെ ഇടില്ല. ഈ അടവുകളുടെ കൂമ്പാരാണ് കേട്ടോ. അപ്പോൾ ഒരടവ് പെൻഡിങ് ഉണ്ട് നമുക്ക്. അപ്പം അതിൻ്റെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം എന്തായാലും അടയ്ക്കേണ്ടതാണ്. അപ്പം അതൊക്കെയാണ് പറയുന്നത്. അപ്പം നമ്മുടെ കറി തിളച്ചു. ഇനി മീനിട്ട് കൊടുക്കാം കേട്ടോ. അപ്പം തുടങ്ങാൻ ആരൊക്കെയും പ്ലാൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തുടങ്ങിക്കോളൂ. ഒരാളുടെയും ഇന്നെ പോലെ ഇങ്ങനെ അവരെന്ത് പറയും ഇവരെന്ത് പറയും എന്നൊക്കെ ആദ്യമൊക്കെ ഞാൻ അങ്ങനെ ആയിരുന്നു കേട്ടോ. അപ്പം ആ വിഷയേ ഇല്ല, ഒരു വിഷയമില്ല. എൻ്റെ പൂജട്ടിയും പറയും നമ്മൾ എന്തിനാ അവർ പറയും ഇവർ പറയുന്നത് കഴിച്ചിട്ടിരിക്കേണ്ട ആവശ്യം. നമ്മുടെ നല്ലത് നമുക്ക് ചെയ്യണം തോന്നണ കാര്യങ്ങൾ ചെയ്യണം തോന്നണ എല്ലാ കാര്യങ്ങളും അല്ല കേട്ടോ. നമുക്ക് അങ്ങനെ ആഗ്രഹമുള്ള ഇപ്പോൾ ഇത് സോഷ്യൽ മീഡിയ ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടും കേട്ടും പറഞ്ഞു നല്ല രീതിക്ക് പോയിട്ടില്ലെങ്കിൽ അത് പ്രശ്നം തന്നെയാണ് ഫാമിലിക്കാണെങ്കിലും. പിന്നെ ഈ കാണിക്കുന്ന നമ്മുടെ വീട്ടിൽ കാണിക്കുന്നത് 100% ഓക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരുപാട് പ്രഹസനം കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് താല്പര്യമില്ലാത്ത ആളാണ്. കാട്ടിക്കൂട്ടലുകൾക്ക് താല്പര്യമില്ലാത്ത ആളാണ് കേട്ടോ. എന്താ വെച്ചാൽ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലും നമുക്കതിനനുസരിച്ച് കാട്ടാം. പക്ഷെ നമുക്ക് അല്ലാതെ നിങ്ങളെ പൊട്ടനാക്കണ രീതിയിൽ ഇപ്പോൾ നമ്മൾ ഹസ്ബൻഡും വൈഫും തമ്മിൽ ആന ചേന മാങ്ങ എന്നിട്ട് ഇവിടെ ചിലപ്പോൾ മുട്ടനടിയായിരിക്കും. അതൊന്നും വഴക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഫാമിലി ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അങ്ങനത്തെ രീതിയിൽ വീഡിയോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എനിക്ക് താല്പര്യമില്ല. ഞാനായിട്ട് നിന്നിട്ട് എനിക്ക് എന്താണോ എനിക്ക് ചെയ്യാൻ പറ്റുന്ന അത് വീഡിയോയിൽ പകർത്തിയിട്ട് നല്ല രീതിക്ക് അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നോക്കുക എന്നുള്ളതാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ സംസാരിക്കുമ്പോൾ 1-2 കാര്യങ്ങളും കൂടെ പറയണ്ട. അപ്പം ഇതിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. നമ്മുടെ മത്തിയാവട്ടെ, ഉപ്പേരി ആവട്ടെ. കാര്യം പറഞ്ഞിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ വിചാരിച്ചു ഉപ്പേരി കരിഞ്ഞു കേട്ടോ. ഭാഗ്യത്തിന് ഉപ്പേരിയൊന്നും കരിഞ്ഞിട്ടില്ല, കറക്റ്റ് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മീൻ മുളകിടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അത് മീൻ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും കൂടെ പറ്റി ഇങ്ങനെ പെരണ്ടിരിക്കണം, കുറുന്നനെ ആവണം ചാറ്. അപ്പോൾ അതുവരെ നമുക്കത് വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഇനി നമുക്ക് മീൻ വറക്കാം കേട്ടോ. ഇതൊക്കെ കൂടെ ആയിട്ട് വേണം നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ മത്തി കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കതും നമ്മൾ മുളകിടുക ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ വാഴയിലയിൽ വെച്ചിട്ടൊരു വറക്കലുണ്ടല്ലോ, വാഴയിലൊക്കെ വെച്ച് അതിൽ തപ്പ് കാച്ചണ്ട പോലെ, അതിനൊരു ഒരു പേര് പറയും അമ്മ. അതുപോലെ കുരുമുളകൊക്കെ ഇട്ടിട്ട് വറുക്കാറുണ്ട്. അത് വേറൊരു ടേസ്റ്റ് കേട്ടോ. പക്ഷെ അങ്ങനെ കറി വയ്ക്കുമ്പോൾ നമുക്ക് കപ്പയും കൂടെ കിട്ടണമായിരുന്നു. പക്ഷെ ഒന്നും നമുക്ക് കപ്പ കിട്ടിയിട്ടില്ല. ഷാജേട്ടൻ റേഷൻ കടയ്ക്ക് പോയിരിക്കാൻ പോയി വരുമ്പോൾ കൊണ്ടുവരുമില്ല എന്നറിയില്ല. കൊണ്ടുവരികയാണെങ്കിൽ നമുക്കൊന്ന് വൈകിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കപ്പയ്ക്ക് കിട്ടുമ്പോൾ മുളകിടുമ്പോൾ കപ്പയൊക്കെ ഇട്ടിട്ട് മുളകിടുമ്പോൾ മത്തിയൊക്കെ കിട്ടിയിട്ട് മുളകിടുമ്പോൾ കപ്പയും കൂടെ വേണം. അതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ അത് കാരണം ഇന്നിപ്പോൾ കിട്ടുമില്ല എന്നൊന്നും വലിയ ഐഡിയ ഇല്ല. ഇനി നമുക്ക് മീൻ വറക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇതും കൂടെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മാമുണ്ടാട്ടോ. നല്ല അയിലായിരുന്നു, വലിയ അയിലായിരുന്നു, അടിപൊളി അയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ചീഞ്ഞിട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്കിപ്പോൾ കുറച്ച് അധികമായിട്ടോ നല്ല മീനുകൾ കിട്ടിയിട്ട് മിക്കതും ഇപ്പോൾ മീൻ വാങ്ങാണ്ട് ഇങ്ങനെ തട്ടിമുട്ടി പോവുക ചെയ്യുക. എന്താ വെച്ചാൽ വാങ്ങണ മീൻ മൊത്തം പൊട്ടയുണ്ടാവുക. പിന്നെ ചിക്കനൊക്കെ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 2-3 ദിവസത്തിന് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടാവും. എന്താ വെച്ചാൽ ഞങ്ങൾ 3 പേരേ കഴിക്കുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോഴോ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഒക്കെ കൊണ്ടുപോകുകയാണെങ്കിൽ പിന്നെയും ഒറ്റ അടിക്കുക എല്ലാം വെക്കാൻ ചെയ്യും. വീട്ടിലേക്കൊക്കെ ഇപ്പോൾ കൊണ്ടുപോയിട്ട് കുറേ കാലമായി കേട്ടോ. അങ്ങനെ നമ്മൾ അപ്പോൾ കൊണ്ടുവരുമ്പോൾ 2-3 ദിവസം വെച്ച് കഴിക്കും.
പിന്നെ മീൻ ഇതേപോലെ നല്ലതൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ല ഓക്കെ. അല്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ എന്തെങ്കിലും താളിപ്പോ പരിപ്പ് കറിയോ മോര് കറിയോ വെച്ചിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയും ചെയ്യും. പക്ഷേ അയില സൂപ്പർ അയിലായിരുന്നു. നമുക്ക് ഉണ്ടാക്കുമ്പോൾ തന്നെ അറിയാം നല്ല കരിമ്പൻ അയിലായിരുന്നു കേട്ടോ. അതെനിക്ക് മുളകിടണമെന്നായിരുന്നു. പക്ഷേ രാജേട്ടൻ പറഞ്ഞത് വറക്കാൻ വേണ്ടിയിട്ട് കണ്ണൻകുട്ടിക്കും വറക്കാനാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കറി വെച്ച മീൻ ഈ അയിലയൊക്കെ കറി വെച്ചത് കഴിക്കാൻ വേണ്ടിയിട്ടാട്ടോ. നല്ല വറുത്തരച്ച് വെക്കില്ലേ, മല്ലിയും മുളകും നാളികേരം കൂടെ വറുത്തരച്ചിട്ടൊരു അയിലക്കറി വെക്കില്ലേ, അതാണ് സൂപ്പർ കേട്ടോ. അത് കുറേ വെച്ചിട്ട് ഇനി അടുത്ത അയില കിട്ടുമ്പോൾ ഞാൻ അങ്ങനെ കറി വെച്ചിട്ട് കാണിക്കാം. അല്ലെങ്കിൽ പിന്നെ മാങ്ങയൊക്കെ ഇട്ടിട്ട് കറി വയ്ക്കാം. നമുക്ക് മീൻ ഏത് ഐറ്റം വേണമെങ്കിലും വെക്കാമല്ലോ. അപ്പോൾ അതൊക്കെ വറക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് നമ്മുടെ ഒരു 4 പാത്രം കഴുകാൻ വേണ്ടിയിട്ടുണ്ട്. അതും കൂടെ കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ 2K ആയതിൻ്റെ സന്തോഷം ചില്ലറയൊന്നും അല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിപ്പോൾ 2 മില്യൺ ഒന്നുമല്ലല്ലോ, അല്ലെങ്കിൽ 2 ലാക്ക് ഒന്നുമല്ലല്ലോ. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ തുടങ്ങുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു സപ്പോർട്ട് കിട്ടുമ്പോൾ അത് വലിയൊരു കാര്യം തന്നെയാണ്. നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമൊന്നുമല്ല. ചിലവരൊക്കെ പറയാറുണ്ട് വർഷങ്ങളെടുത്തിട്ടും ഒരു 1K ആവാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടണമെന്നൊക്കെ. പക്ഷെ അതിൻ്റെ കഷ്ടപ്പാട് കുറച്ചൊന്നുമല്ല കേട്ടോ. നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ സാധാരണക്കാരാകുമ്പോഴല്ലേ നമ്മുടെ വല്ലായ്മയിൽ നിന്നിട്ട് ഇത് കാണിക്കുക എന്ന് പറയണത് അത് വേറൊരു ടാസ്ക്. പിന്നെ ഡെയിലി നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഒരു വീഡിയോ പ്രസൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വേറൊരു ടാസ്ക്. അപ്പോൾ ഒരു ബുദ്ധിമുട്ടും പായാരും പരിഭവം ഒന്നും ഇല്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ ഒരു സീനും ഇല്ല കേട്ടോ. ആവശ്യത്തിന് ഫുഡിൻ്റെ സാധനങ്ങൾ ഇരിക്കുന്നുണ്ടാവും. ഒരു സാധനം തീരാതെ നമുക്ക് വീട്ടിൽ കിട്ടുകയാണെങ്കിൽ അതൊക്കെ വെച്ചിട്ട് ചെയ്യുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കത്ര ടെൻഷൻ ഇല്ല. നമുക്കിവിടെ ഒരുപാട് എന്നെപ്പോലെ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ടാവും കേട്ടോ. ഒക്കെ ഒരു പ്രതീക്ഷയുടെ പുറത്ത് നമ്മളിത് തുടങ്ങണതായിരിക്കും. എല്ലാവരും 10 രൂപ വരുമാനത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇതൊക്കെ തുടങ്ങുക. എല്ലാവരും മനസ്സിലും അത് തന്നെയാവും. എന്തെങ്കിലും ഒരു ബാധ്യത തീർക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്കൊരു ഗത്യന്തരം ആവാതെ വരുമ്പോഴാണ് നമ്മളൊരു സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങുള്ളൂ. എന്നെ സംബന്ധിച്ച് അങ്ങനെയായിരുന്നു കേട്ടോ. എനിക്ക് വലിയ പേടിയുള്ളൊരു പ്ലാറ്റ്ഫോമാണ് ഈ ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും വഴി മുട്ടിയിട്ട് പാഷൻ ഉണ്ട് കേട്ടോ. നമുക്ക് അതിനോട് ഇഷ്ടം ഉണ്ടെങ്കിലാണ് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതും ഓക്കെ. പക്ഷെ നമുക്ക് ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ കേൾക്കുകയും കാണുകയും അറിയുകയൊക്കെ ചെയ്യുമ്പോഴുള്ള പേടി ഉണ്ടാവും. അപ്പോൾ അത് വേറെ കാര്യം. അങ്ങനെയൊക്കെ കൂടെ ഒരുപാട് കടമ്പകളുണ്ട് ഇതിനകത്ത്. ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരുപാട് ടൈമുണ്ട്. അതിൻ്റെ എഡിറ്റ് ഞാൻ ഈ പണിയും ഷാജേട്ടൻ്റെ കാര്യങ്ങളും നമ്മുടെ വീട്ടിലെ കാര്യം പിള്ളേരെ ഒരു കാര്യവും ഞാൻ പെൻഡിങ്ങിൽ വെച്ചിട്ടല്ല യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണം. എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഞാൻ അതിനും വേണ്ടി നേരത്തെ എണീക്കും, വൈകി ഉറങ്ങും. പൂജട്ടി വരുമ്പോഴേക്ക് എഡിറ്റിംഗ് വരെ ഞാൻ കഴിക്കും. ഓരോന്ന് ചെയ്യും. ഒരു 5 മിനിറ്റ് ചിലപ്പോൾ മീനൊക്കെ വറക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്ത് വയ്ക്കുന്ന സമയം കൊണ്ട് അത്രയ്ക്കും കൂടെ ഉള്ളത് ഞാൻ അങ്ങോട്ട് എഡിറ്റ് ചെയ്ത് വയ്ക്കും. അങ്ങനെ ഒരുപാട് കഷ്ടപ്പാട് ഇതിൻ്റെ പുറത്തുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾ ഒരു 1K ഒക്കെ ആൾക്കാർ കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു സമാധാനം കേട്ടോ. എന്നാലും നമ്മൾ ഇത്രയും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത്. നമ്മൾ അറിയുന്ന ആൾക്കാർ പോലെ ഒരു കമൻറ്റ് ഇട്ടിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കാറില്ല കേട്ടോ. എൻ്റെ പരിചയം ഒരുപാട് ഇനി അറിയുന്ന ആൾക്കാരായിക്കോട്ടെ, റിലേറ്റീവ്സ് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, പക്ഷെ അവരൊന്നും ഒരു ലൈക്ക് ഒരു കമൻറ്റ് എന്നൊക്കെ പറയുന്നത് നമുക്ക് വലിയൊരു കാര്യമാണ്. കമൻറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമാണ്. നിങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മളെ ഒരു പരിചയമില്ലാത്ത നിങ്ങളുടെ സമയവും കാര്യങ്ങളും ഒരുപാട് നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ കാര്യങ്ങളുണ്ട്. അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മുടെ ഒരു 20 മിനിറ്റ് 15 മിനിറ്റ് മാക്സിമം 25 മിനിറ്റ് ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഓരോരുത്തർ അതിൻ്റെ ഓരോ ഭാഗങ്ങൾ ടൈം അടക്കം പോയിൻ്റ് ചെയ്തിട്ട് നമുക്ക് കമൻറ്റ് ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. നിങ്ങളെക്കാട്ടിലപ്പുറമൊന്നും നമ്മുടെ കൂടെ നിൽക്കണവരാരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിട്ടില്ല. സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് കേട്ടോ. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്കുള്ള ആൾക്കാരും ഇല്ല. നമുക്കറിയാമല്ലോ ഇപ്പോൾ നമ്മളെ കമൻറ്റ് ചെയ്യണത്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, മുനീറ പറയും, പുറമണ്ണൂർ. ആ കുട്ടിയൊക്കെ എൻ്റെ എല്ലാ വീഡിയോയ്ക്കും പറഞ്ഞാൽ ഞാൻ അവളും തമ്മിലൊരു ബെസ്റ്റ് ഫ്രണ്ട് പോലും അല്ല. പക്ഷെ എന്നാലും അവളെന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്യും. അവൾ ഓരോ വീഡിയോ ചിലപ്പോൾ അവൾക്ക് ഷോർട്സിലൊക്കെ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റാണ്ടാകുമ്പോൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കും. കണ്ടിട്ടുണ്ട് കേട്ടോ, എനിക്കത് പറ്റാത്തതുകൊണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നല്ല സന്തോഷമാണ് കേട്ടോ. എന്താ വെച്ചാൽ അത്ര പോലും അവർ നമ്മളെ എന്താക്കണുണ്ട് വെച്ചാൽ കൂടെ നിർത്തുന്നുണ്ട്. നമ്മളെ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് അവർ ഒപ്പം നിൽക്കുന്നുണ്ട്. ഇതേപോലെ എനിക്ക് അത്രയും അടുപ്പുള്ളവരും ഉണ്ട്. അവരും ഈ പറഞ്ഞ പോലെ വീഡിയോ കാണുന്നുണ്ടോ കാണണില്ലേ, പക്ഷേ നമ്മളെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. നമ്മുടെ കമൻറ്റിൽ ഇപ്പം ദിൽന എന്ന് പറഞ്ഞിട്ടൊരു കുട്ടീൻ്റെ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, യൂട്യൂബറാണ്. ആ കുട്ടിയുടെയൊക്കെ വീഡിയോസ് അടിപൊളി വീഡിയോസാണ് കേട്ടോ. നമുക്ക് മെൻ്റലി നമ്മളെ ഓക്കെ ആക്കാൻ പറ്റുന്ന വീഡിയോസാണ്. ആ മോളൊക്കെ പറഞ്ഞാൽ അവൾക്ക് ആ കുട്ടിക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാലും നമ്മുടെയൊക്കെ വീഡിയോ കണ്ടിട്ട് നമുക്ക് ഒരുപാട് പിള്ളേരുണ്ട് കേട്ടോ. അതൊന്നും അല്ലാതെ തന്നെ ഒരുപാട് യൂട്യൂബിലെ പിള്ളേരുണ്ട്. അല്ലാതെ നിങ്ങളെ പിന്നെ സബ്സ്ക്രൈബേഴ്സായിട്ട് പുറത്ത് തന്നെ കാണാത്ത ആൾക്കാരുണ്ട്.
അപ്പോൾ എല്ലാവരോടും എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. ഇത് പറഞ്ഞത് തന്നെ പറയണം എന്താ വെച്ചാൽ എനിക്ക് അത്രയും സന്തോഷമുണ്ട്. എനിക്കിങ്ങനെ ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ കരഞ്ഞ് അത് ഞാൻ പെട്ടെന്ന് കരയുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഞാനൊന്ന് ഓക്കെ ആയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാം. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് വലിയ സങ്കടം വരും. അതുകൊണ്ട് തന്നെ അപ്പോൾ അതുപോലെ എൻ്റെ അമ്മയാണ് ഇപ്പോൾ ഇതിന് ഏറ്റവും സപ്പോർട്ടായിട്ട് മുന്നിൽ നിൽക്കുന്ന ആൾ കേട്ടോ. അപ്പോൾ അമ്മയോട് ഒരുപാട് നന്ദിയുണ്ട്. എന്താ വെച്ചാൽ അമ്മയും അമ്മയുടെ അനിയത്തി മേമയും അവരൊക്കെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യും. മേമൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയടക്കം ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ കിട്ടുക എന്ന് പറയണത് വലിയൊരു കാര്യമാണ്. അതേപോലെ പൂജിറ്റിയുടെ ഫ്രണ്ട്സ് ഉണ്ട് കുറേ, കണ്ണൻകുട്ടിയുടെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. കണ്ണൻകുട്ടിയോടൊക്കെ കണ്ടിട്ട് അവർ ഓരോ കാര്യങ്ങളും വന്ന് പറയും. പൂജിറ്റിയുടെ ഫ്രണ്ട്സും അങ്ങനെ തന്നെ കേട്ടോ. മക്കളൊക്കെ എല്ലാ മക്കളും അവളുടെയൊക്കെ ഫ്രണ്ട്സൊക്കെ എന്നെ കാണുമ്പോൾ തന്നെ വലിയ കാര്യം അവർക്കൊക്കെ. അപ്പോൾ പിന്നെ യൂട്യൂബ് ചാനലും കൂടെ ഉണ്ടാകുമ്പോൾ അവരൊക്കെ എല്ലാ വീഡിയോയും കാണും എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ് കേട്ടോ. അങ്ങനെയൊക്കെ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി പറയാം. അതിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് എന്ത് പ്രഹസനാന്നൊന്നും അല്ല കേട്ടോ. നമുക്ക് അത്രയും സന്തോഷം കൊണ്ട് പറയണതാണേ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ മാമുണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ മുറ്റമൊക്കെ അടിച്ചു വാരി ഡ്രസ്സ് എടുത്തേക്കാനുള്ളതൊക്കെ എടുത്ത് വെച്ചു. ഇനി നമ്മുടെ ചെടിക്കുട്ടികൾക്ക് കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞ് നമ്മുടെ ഉമ്മറം തുടയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം. ഇത് തുടയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്താ വെച്ചാൽ എനിക്കിപ്പോൾ വിളക്ക് വെക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ തുടയ്ക്കാത്തതുകൊണ്ട് ഒരു സമാധാനം കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ. അല്ലാതെ ഇവിടെ വലിയ അലമ്പും കാര്യങ്ങളും ഇങ്ങനെ ഒരു പൊടി ഇങ്ങനെ നോക്കുമ്പോൾ കാണുമ്പോൾ ഒരു വൃത്തിയേട് അത്രയേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിനി മേല് കഴുകിയിട്ട് വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം. പൂജിറ്റി വന്നിട്ടില്ല കേട്ടോ ഈ നേരം വരെയൊന്നും. അവൾക്ക് 5:30 കഴിയും എക്സാം. ആൾക്ക് കണ്ണൻകുട്ടിക്ക് എക്സാം ഇതാ തുടങ്ങാറായി. അപ്പോൾ പൂജിറ്റിക്ക് ഉണ്ട്. അപ്പോൾ അവൾ 2 നേരം ഉള്ളതുകൊണ്ട് തന്നെ നേരം വൈകും വരാൻ വേണ്ടിയിട്ട്. ഇനി അവൾ വന്നിട്ട് വേണം നമുക്ക് ചായയും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് ഷാജേട്ടൻ ഇവിടെ ഉണ്ട്, ആൾ പോയിട്ടില്ല. അപ്പോൾ വണ്ടിയിൽ എന്തെങ്കിലും ഉണ്ടാവും, മുറുക്കോ വട്ട് കേക്കോ എന്തെങ്കിലുമൊക്കെ. അതുകൊണ്ട് നമുക്കൊന്ന് ചായക്കൊന്നും പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കുകയൊന്നുമില്ല കേട്ടോ. ഒന്നുമില്ലാത്തപ്പോൾ നമ്മൾ ഡെയിലി ചായ പലഹാരം ഉണ്ടാക്കുന്ന ആൾക്കാരൊന്നുമില്ല കേട്ടോ. ഉണ്ടാവുമ്പോൾ അങ്ങനെ ഉണ്ടാക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും കൊതി തോന്നുകയാണെങ്കിൽ ആ സംഭവം ഉണ്ടാക്കും. മിക്കതും ഇവിടെ ദോശമാവും അപ്പത്തിൻ്റെ മാവൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അങ്ങനെയൊക്കെ ചെയ്യാമെന്നല്ലാതെ പൊരിക്കടിയും കാര്യങ്ങളൊക്കെ നമുക്ക് കൊതി വരുമ്പോഴേ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിച്ച് ചുമപ്പൊക്കെ ഇട്ടിട്ട് വല്ല വെളിച്ചപ്പാടാണെന്നൊന്നും കരുതണ്ട. എൻ്റെ തലയിൽ കെട്ടണ തുണി ചുമപ്പാണ്. അറിയാണ്ട് ഈ ചുമപ്പ് ടോപ്പ് ഇട്ട് പോയി. ഇപ്പം ഞാൻ വീഡിയോയിൽ കാണുമ്പോഴാണ് വിചാരിക്കുന്നത് ഒരു വാളും കൂടെ തന്നു കഴിഞ്ഞാൽ സീന്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വിളക്ക് വെച്ചിട്ട് നമുക്കിനി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പിള്ളേർ പഠിക്കാൻ വേണ്ടിയിട്ട് രാത്രി പൂജിറ്റി നല്ല വൈകോളം ഇരുന്ന് പഠിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറക്കമില്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ അല്ല, കുറച്ച് ലെങ്ത് ഉണ്ട്. ഞാൻ കുറേ സംസാരിച്ച് ചടപ്പിച്ചിട്ടുണ്ട്, എല്ലാവരും ക്ഷമിക്കണം. നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ ബൈ, സീ യു.